ഹലോ ട്രേഡേഴ്സ്. നമ്മൾ ഒരു നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വന്നാക്കിയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ബിസിനസ്സുപരമായിട്ട് കുറച്ച് കാര്യങ്ങളും തിരക്കിലൊക്കെ ആയിരുന്നു. നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന്. ഗോൾഡ് മാർക്കറ്റിന് എന്ത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ നമ്മൾ ഇന്നൊരു ഗോൾഡ് പ്രോപ്പറായിട്ടൊരു നല്ലൊരു സെറ്റപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് ഗോൾഡിൻ്റെ ഒരു പമ്പിങ് ആണ്. പുതിയ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മേലേക്ക് പോകാനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ വളരെ ഹൈ ആയിട്ടുണ്ട്. കറൻ്റ്ലി നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റോ എന്ന് പറയുന്നത് 2750 വരെയാണ് കറൻ്റ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് മേലേക്ക് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. 2770 വരെ ഒരു റിജക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ 2750 ഒരു റിജക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ഡ്രോപ്പിന് ശേഷം എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്കറ്റിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് മാർക്കറ്റ് അനലൈസ് എങ്ങനെയാണ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് നോക്കാം. ഗോൾഡിൻ്റെ കണ്ടീഷൻസ് നോക്കാം. വലിയ ടൈം ഫ്രെയിമിലോട്ട് എന്താണ് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഒരു റിജക്ഷൻ ഏരിയാസൊക്കെ റീച്ച് ചെയ്തെങ്കിലും ആ ഒരു റീച്ച് ചെയ്ത റിജക്ഷൻ ഏരിയാസിൽ നിന്നൊന്നും മാർക്കറ്റ് കാര്യമായ രീതിയിലേക്കുള്ള ഡ്രോപ്പൊന്നും മാർക്കറ്റ് വീണിട്ടുണ്ടായില്ല. നിയർലി ഒരു $50 ഡ്രോപ്പും കാര്യങ്ങളൊക്കെ, ഒരു $25 ഒരു ഡ്രോപ്പും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്തു കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് അഗെയിൻ പമ്പിങ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ മാർക്കറ്റ് ബൈയും പ്രഷർ കീപ്പ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിൽ കൂടിയാണ് മാർക്കറ്റ് കറൻ്റ് ഇപ്പോൾ മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ടോപ്പ് ഓഫ് ലെവൽ ഓഫ് റിജക്ഷൻ എന്ന രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2750 എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ ഏരിയ ഒരു റിജക്ഷൻ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് എത്രത്തോളം എഫക്റ്റീവ്ലി നമുക്ക് റിജക്ഷൻ പോസിബിൾ ആക്കുമെന്ന് നമുക്ക് ഷുവർട്ടി പറയാൻ പറ്റില്ല. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷന് ശേഷം എഗെയിൻ ഒരു 2770 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയും കൂടി ടാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരു വലിയ ടൈം ഫ്രെയിം, അതായത് ഒരു ഡെയിലി ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 770 ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ ഹൈ ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ലിക്വിഡിറ്റി പോട്ടും അതേപോലെ തന്നെ നമ്മുടെ റിജക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയും കൂടി നമ്മൾ എന്ത് ചെയ്ത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഈ ഒരു കൺസിഡറേഷൻസിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 750 ഒരു സ്ട്രോങ് റിജക്ഷൻ പാർട്ടായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആസ് പെർ ദീസ് കൺസിഡറേഷൻ 750 നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ദെൻ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫോള് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മാർക്കറ്റിൻ്റെ പ്രഷർ ബേസ് ചെയ്തിട്ടിരിക്കും. പക്ഷേ ഇന്നലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർലി നമ്മളൊരു റിജക്ഷൻ ഇന്നലെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രംപിൻ്റെ ഇനാഗുറേഷണൽ ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ മാർക്കറ്റിൽ എന്ത് ചെയ്യും, പ്രഷർ എന്ന് പറയുന്നത് ടെക്നിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറും പിന്നെ ട്രംപ് അതിനനുസരിച്ച് അത്ര വലിയ നല്ല രീതിക്കുള്ള ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സിൻ്റെ ട്വീറ്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള കോയിൻസും റിലീസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് നമുക്ക് കറൻ്റ് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിനെ ബാധിക്കുന്ന രീതിയിൽ ടോപ്പായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ കാര്യമായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു BOS ക്രിയേറ്റ് ചെയ്ത് ഏർലി മോർണിംഗ്, അതായത് ഇന്ന് ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിംഗ് മാർക്കറ്റിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് വരികയാണ് ചെയ്തത്. സോ നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്തു. കാരണം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ട്രേഡ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ന്യൂസ് ടൈമിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പോയ സാധനം അതേപോലെ തന്നെ താഴോട്ട് വരാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇന്നലെ കാര്യമായിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം നല്ലൊരു വോളിയം ഓഫ് റിജക്ഷൻ താഴേക്ക് തന്നിട്ടാണ് മാർക്കറ്റ് പ്രഷർ ഇനീഷ്യേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ ന്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ ട്രേഡ് ഇന്നലെ എടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ഇന്നാണ് കറൻ്റ് നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളും ഫോർമേഷൻ ആയത്. നമുക്ക് ഈ ഒരു ലെവൽ ഓഫ് ബ്രേക്കിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി. സോ നമ്മൾ ഈ ഒരു BOS പ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു BOS പാർട്ടിലോട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യുകയും അവിടെ ലണ്ടൻ ലോ മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് ഒരു പുഷ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ബൈ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മാനിപ്പുലേഷന് ശേഷം, അതായത് BOS ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക്
മാർക്കറ്റ് എന്ത് ചെയ്തു, ലണ്ടനിലെ അതായത് ലണ്ടൻ സെഷൻ ലോ മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ബൈ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബൈ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു ലെവൽ ഓഫ് ബ്രേക്കിംഗ് ഏരിയ, അതായത് 2725 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ BOS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ബൈ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബൈ ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് വോളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീടെസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്തു, നല്ല രീതിയിൽ BOSന് ശേഷം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 2750 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയ വരെ നമ്മൾ ഈ ഒരു ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഒരു 2749 ആണ്. നമുക്ക് എന്നാലും നമുക്ക് ആ ഒരു പമ്പിങ് നമുക്ക് ആ ഒരു റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഈ ഒരു ഏരിയ എത്തിയതിന് ശേഷം മാർക്കറ്റ് റിജക്റ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയ രീതിയിൽ ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു ഇംബാലൻസ് നമുക്കിവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിജക്ഷൻ പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡ്രോപ്പിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. സോ ഗോൾഡിൻ്റെ ഇൻ ഫ്യൂച്ചർ സെറ്റപ്പ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്കൊരു പറയാൻ പറ്റുന്ന സെറ്റപ്പ് എന്ന് പറയാനായിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് മാർക്കറ്റിലുണ്ട്. കാരണം ഈ ഒരു പോർഷൻ ഓഫ് റിജക്ഷൻ എത്തിയതിന് ശേഷം മാർക്കറ്റ് ഒരു ചെറിയൊരു 50% ഓഫ് ദ കറപ്ഷൻ, അതായത് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഒരു 50% ഓഫ് ദ കറപ്ഷൻ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ DXY അതായത് ഡോളർ സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള റിജക്ഷൻ പോസിബിലിറ്റീസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം DXY എന്ത് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് ഏരിയയിലാണ് മാർക്കറ്റ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാരലൽ ചാനലിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഹൈ വോളിയം ഓഫ് പമ്പിങ് പറഞ്ഞാൽ നല്ല രീതിയിലൊന്നും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഇപ്പോഴും ഒരു സപ്പോർട്ടിങ് ഏരിയ തന്നെയാണ് DXY നിൽക്കുന്നത്. സോ ഈ ഒരു നല്ലൊരു വോളിയം ഓഫ് പമ്പിങ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗോൾഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിജക്ഷന് ശേഷം, അതായത് മാർക്കറ്റ് കീപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു റിജക്ഷൻ ലെവലിന് ശേഷം മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 50% ഓഫ് കറപ്ഷൻ ഈ ഒരു ഡ്രോപ്പിന് ശേഷം നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, മാർക്കറ്റ് ബൈ റാലി അതായത് ബൈ മൂവ്മെൻറ്റ് കീപ്പ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നമുക്ക് നോക്കാൻ പറ്റും. സോ ഇതാണ് കറൻ്റ്ലി മാർക്കറ്റ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത്. എക്സ്പെഷ്യലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2750 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റിജക്ഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ ഗോൾഡിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. നമുക്ക് എന്തായാലും പ്രോപ്പർലി ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ് മാർക്കറ്റിൽ കറൻ്റ് നിൽക്കുന്നത്. സോ ആസ് പെർ ദീസ് കണ്ടീഷൻസ് മാർക്കറ്റ് റിജക്ഷൻ നാളെ ഫോർമേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെല്ല് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം എന്തായാലും അടുത്ത ദിവസങ്ങളിലേക്കുള്ള ഗോൾഡിൻ്റെ മാർക്കറ്റ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടറിയാം.